ഇന്ന് നമുക്ക് പരിചയപ്പെടാം അർദ്ധകടി ചക്രാസനം. സമസ്ഥിതിയിൽ കാലുകൾ ചേർത്ത് കാലുകൾ നിലത്ത് അമർത്തി പതിച്ച് കാൽമുട്ടുകൾ വലിച്ച് ശരീരത്തിന്റെ ഭാരം ഇരുകാലുകളിലേക്കും സമമായി കേന്ദ്രീകരിക്കുക. സാവധാനം ശ്വാസം എടുത്ത് വലത് കൈ ഉയർത്തിക്കൊണ്ടുവരിക. സാവധാനം വലത് കൈ തോളിന് സമാന്തരമായി ഉയർത്തിക്കൊണ്ടുവരിക. ശ്വാസം വിട്ട് കൈകൾ തിരിക്കുക. ശ്വാസം എടുത്ത് സാവധാനം മുകളിലേക്ക്. കൈകൾ നന്നായി മുകളിലേക്ക് വലിച്ചു പിടിക്കുക. വലത് കാലം നിലത്ത് അമർത്തി പതിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം ഇടത് ഭാഗത്തേക്ക് ചെരിഞ്ഞു വരിക. ഇടത് കൈ അയച്ചിടുക. വലത് കാലം നിലത്ത് അമർത്തി പതിക്കുക. ഉദരപേശികൾ അയച്ച് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. ഈ സ്ഥിതിയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇതുകൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ്സ് ഒന്ന്, നമ്മുടെ ഈ വേസ്റ്റ് ഏരിയ പ്രത്യേകിച്ച് ലേഡീസിന് വേസ്റ്റ് ഏരിയ, അതുപോലെ ടയർ ഏരിയ, ഈ ഭാഗത്തുള്ള ഫാറ്റ് പൂർണ്ണമായിട്ട് കുറയാൻ അത് സഹായകരമാണ്. അതേപോലെ തന്നെ പാർശ്വപേശികൾക്ക് നല്ല വലിവ് കിട്ടും. നട്ടലിന് പൂർണ്ണമായ ഫ്ലെക്സിബിലിറ്റി കിട്ടും. ചെസ്റ്റിന് നല്ല എക്സ്പാൻഷൻ ഉണ്ടാകുന്നത് കൊണ്ട് ശ്വാസകോശത്തിന് പൂർണ്ണമായ വികാസം കിട്ടും. അതേപോലെ തന്നെ നമ്മൾ ഇടത് സൈഡിലേക്ക് ചെയ്യുന്നത് കൊണ്ട് വലത് ഭാഗത്തുള്ള കരളിന്റെ പ്രവർത്തനം കൂടുതൽ സജീവമാകാൻ സഹായകരമാണ്. തിരിച്ചു ചെയ്യുന്ന സമയത്താണെങ്കിൽ അതേപോലെ തന്നെ പ്ലേഹയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാകാൻ നല്ലതാണ്. ശ്വാസം അനായാസമായിട്ട് വന്നു പോകും ഈ ആസനത്തിൽ ചെയ്താൽ. അതാണ് ഈ ആസനത്തിന്റെ എടുത്തു പറയാവുന്ന ഒരു സവിശേഷത. ശ്വാസം എടുക്കാനോ വിടാനോ അമിതമായ ബലപ്രയോഗം പാടില്ല. ഉദരചലനത്തെ മാത്രം കാണുക. സാവധാനം ശ്വാസം എടുത്ത് നിവർന്നു വരിക. ദൃഷ്ടി നേരെ, കൈകൾ മുകളിൽ വലിച്ചു പിടിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം കൈകൾ വശങ്ങളിലേക്ക് കൊണ്ടുവരിക. ശ്വാസം എടുത്ത് കൈകൾ തിരിക്കുക. ശ്വാസം വിട്ട് സാവധാനം താഴേക്ക്. ദീർഘമായി ഒന്ന് ശ്വാസം എടുത്തു വിടുക. കണ്ണുകൾ അടച്ച് ശരീരത്തിന്റെ മാറ്റം നിരീക്ഷിക്കുക. ശരീരത്തിന്റെ വലതുഭാഗത്ത് അനുഭവപ്പെടുന്ന അയവിനെ അറിയാൻ ശ്രമിക്കുക.